പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ കാലം നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുവാൻ കർത്താവ് ചെയ്ത എല്ലാ സാവകാശങ്ങൾക്കുമായിട്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇത് ഹല്ലേലൂയ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസഫ് മാത്യു, അതുമാതിരി ലീഡ് ചെയ്യുന്ന പ്രിയ സിസ്റ്റർ സന്ധ്യ, അതുമാതിരി ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. എന്റെ പേര് അജിത്ത് എന്നാണ്. ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ മഹാരാഷ്ട്രയുടെ ദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്. കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് ഞങ്ങളെ ഒരു ദിവസം നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ 2008 ഈ ജീവനുള്ള യേശുവിനെ അറിയാൻ എന്റെ ജീവിതത്തിൽ ഒരവസരം ഉണ്ടായത്. എന്റെ സ്വദേശം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്റെ അടുത്ത് കുറുപ്പമ്പടി എന്ന് പറയുന്ന ദേശത്താണ് എന്റെ സ്ഥലം. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ഏകനായ യേശുവിനെ അറിയുവാൻ എന്റെ ജീവിതത്തിൽ അവസരം ഉണ്ടായി. മാതാവ്, പിതാവ്, ഒരു സഹോദരൻ. ഭവനത്തിൽ വല്ലാത്ത പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം, എന്റെ ഉള്ളത്തിലേക്ക് വന്നൊരു ചിന്തയാണ്, എനിക്ക് പണം സമ്പാദിക്കണം, പണം ഉണ്ടാക്കണം, എല്ലാവരുടെയും ഹല്ലേലൂയ മുകളിൽ എനിക്കൊരു ആളായി തീരണം. കാരണം ഞാൻ എല്ലാ തലത്തിലും ഒരു മോശപ്പെട്ട ഒരു മനുഷ്യനായി എല്ലാവരും എന്നെ കാണുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് എനിക്ക് എല്ലാവരും മുമ്പിൽ ഒരു ആളായി തീരണം എന്നുള്ള ഒറ്റ ചിന്തയായിരുന്നു, പണം ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞാൻ സ്തോത്രം എന്റെ പഠനം എല്ലാം 12ാം ക്ലാസ് ഒക്കെ എന്റെ +2 ഒന്നും കംപ്ലീറ്റ് ആക്കാതെ ഞാൻ എന്റെ പഠനമൊക്കെ വേണ്ടെന്ന് വെച്ച് ഞാൻ ജോലിക്കായി ഇറങ്ങിത്തിരിച്ചു. എനിക്ക് ചെറുപ്പം മുതലേ ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാലടിക്ക് അടുത്ത് നിറബറ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അരിയുടെയും റൈസ് പൗഡർ, പിക്കിൾസ്, മസാല എന്ന് വേണ്ട അങ്ങനെയുള്ള വലിയൊരു കമ്പനിയാണ്. ആ കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടി. അപ്പൊ എല്ലാവരും എന്നോട് പറഞ്ഞു, ഇപ്പൊ പഠിക്കേണ്ട സമയമാണ്, എന്തിനാ മോനെ ജോലിക്ക് പോകുന്നതെന്നൊക്കെ പലരും എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ ആരുടെയും വാക്കൊന്നും കേൾക്കാതെ ജോലിക്കായിട്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കാനൊക്കെ ആയിട്ട് പഠിച്ചു. അങ്ങനെ എറണാകുളം, കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും പോവാനൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടായി. അങ്ങനെ ഞാൻ എന്റെ ചിന്തയിലേക്ക് പിന്നെ വന്നു, ഒരു വണ്ടിയൊക്കെ സ്വന്തമായിട്ട് മേടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ മുൻകൂട്ടി പോവുകയാണ് എന്റെ യാത്ര. അതിന്റെ ഇടയിലൊക്കെ എന്റെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഞാൻ പഠനത്തിലെല്ലാം വളരെ മോശമായതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ എന്നെ ഒരുപാട് ശിക്ഷിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ അവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാരണം എനിക്ക് ആ ഭവനത്തിൽ നിൽക്കുവാനോ അവരോട് സംസാരിക്കാനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങി എന്റെ മാതാവിന്റെ ജ്യേഷ്ഠത്തിയുടെ ഭവനത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചു. അങ്ങനെ എല്ലാ ജില്ലകളിലൊക്കെ പോയി സ്വന്തമായ ഒരു വാഹനമൊക്കെ മേടിക്കണമെന്നൊക്കെ എന്റെ മനസ്സിലുള്ളിലേക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വന്നു കയറി. അങ്ങനെ സ്തോത്രം, ഞാനൊരു മോട്ടോർ സൈക്കിൾ മേടിച്ചു. മോട്ടോർ സൈക്കിൾ മേടിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് അല്പമല്ലാത്ത ബാധ്യതകൾ വന്നു. അതെനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാത്തതായ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അതിനുശേഷം എനിക്കൊരു വലിയ ഒരു കാറ് അല്ലെങ്കിൽ വലിയൊരു വണ്ടിയൊക്കെ മേടിക്കണമെന്ന് വീണ്ടും ഒരു ആഗ്രഹം. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഞാൻ ചുറ്റി നടന്നു. പക്ഷെ എനിക്കൊന്നും എനിക്ക് അങ്ങനെയൊന്നും വണ്ടിയൊന്നും മേടിക്കാനൊന്നും പറ്റിയില്ല. അവസാനം ഞാൻ നമ്മുടെ കാക്കനാടുള്ള ഇൻഫോ പാർക്കില് എനിക്കൊരു ട്രാവൽസിൽ അവിടുത്തെ വണ്ടി ഓടിക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പൊ ഞാൻ എൻ്റെ ലൈസൻസ് എല്ലാം എടുത്ത് റെഡിയാക്കി അവിടെ ചെന്നപ്പോൾ എൻ്റെ ചിന്തയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു. ഇവിടെ നിന്നാൽ ഒരുപാട് പൈസ സമ്പാദിക്കാം, ഒരുപാട് വാഹനങ്ങളൊക്കെ മേടിക്കാം, ഇവിടെ എനിക്കൊരു നല്ല ഇതിലെത്തിച്ചേരാം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ കൂടെ വന്നു. പക്ഷേ അവിടുത്തെ എൻ്റെ സമയമായപ്പോൾ അവരെന്നെ വിളിച്ചു, എൻ്റെ ലൈസൻസ് എല്ലാം കാണിച്ചു. ലൈസൻസ് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു 2 മാസം കൂടെ സമയമുണ്ട്, അതുവരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും നിരാശയായി. ഞാൻ തിരിച്ച് വീണ്ടും മടങ്ങി വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും? ഒരുപാട് കുറച്ച് കടവും കാര്യങ്ങളും ഉണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, എല്ലാം എൻ്റെ മനസ്സിൽ കൂടെ എങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നിരാശകൾ കയറി വന്നു. ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഒരു ടെൻഷനായി. പിന്നെ ഞാൻ അല്പം മദ്യപിക്കാനൊക്കെ തുടങ്ങി. പിന്നെ മരിക്കാം എന്നുള്ള ചിന്തയൊക്കെ ഒരുപാട് പ്രാവശ്യം എൻ്റെ മനസ്സിൽ കൂടെ വന്നു. പക്ഷേ അല്ലെങ്കിൽ 1-2 പ്രാവശ്യം ഞാൻ മരിക്കാനായിട്ട് പോയി. പക്ഷെ എനിക്ക് ആരോ എൻ്റെ അറിയത്തില്ല എടുത്ത് എന്നെ മാറ്റുന്ന പോലെ എനിക്കൊരു ഫീലിങ്സ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു.
ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് ചെറിയ ജോലിക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പെയിന്റിങ്ങിന്റെ പണിക്കാണ് പോയത്. അങ്ങനെ ആ വീട്ടിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്റെ ഓരോ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കാര്യം വർത്താനം പറയുന്നുണ്ട്, കാര്യം സംസാരിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും എന്റെ ഉള്ളത്തിൽ എനിക്ക് സന്തോഷമില്ലാതെ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഒരുപാട് പ്രാവശ്യം എന്നെ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുന്നല്ലോ എന്നൊക്കെ എന്നോട് പറയാനിടയിൽ. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ടെൻഷനിലാന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൊണ്ട് ഭാരപ്പെടണ്ട, യേശുവിൽ വിശ്വസിക്കുക, യേശു എല്ലാത്തിനും പരിഹാരം വരുത്തുന്ന ദൈവമാണെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് എന്നെ വിളിച്ചു. ഞങ്ങൾ കൂട്ടിയിരിക്കുന്ന കുറച്ച് ചെറിയൊരു പ്രാർത്ഥനാ കൂട്ടമുണ്ട്, അവിടെ വരാം, താങ്കൾക്ക് സ്വാഗതം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഏത് പ്രാർത്ഥനാ കൂട്ടം, എങ്ങനെയുള്ളവരാ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. ഞാൻ പറഞ്ഞു, പെന്തിക്കോസ്തുകാരാണെന്ന് ചോദിച്ചു. അപ്പൊ അതേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല, കാരണം അവരൊന്നും വേറെ പണിയില്ലാതെ നടക്കുന്ന ആൾക്കാരാ എന്നൊക്കെ പറയാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം എന്നെ വിളിച്ചു ഞായറാഴ്ച ആരാധനയ്ക്ക്. ഞാൻ പോയില്ല. പിന്നെ ഒരു ദിവസം മനസ്സോടെ ഞാൻ പോയി. ഒരു 11 മണി ആയപ്പോൾ അവിടെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന പാട്ടുകളൊക്കെ പാടി ആരാധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കയറിയിരുന്നു. പക്ഷെ എല്ലാവരും കൈകൊട്ടുന്നു, പാട്ടുകളൊക്കെ പാടുന്നുണ്ടെങ്കിലും പക്ഷെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ അവിടെ ഇരുന്നു. പക്ഷെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്റെ ഉള്ളത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു. ഹല്ലേലൂയ, നീ ഇവിടെ വന്നത് വ്യർത്ഥാവല്ല, അല്ലെങ്കിൽ ഞാനാ നിന്നെ ഇവിടെ കൂട്ടി വരുത്തിയെന്ന് ഒരു ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ പ്രാർത്ഥന കഴിഞ്ഞ് അവിടുത്തെ ദൈവദാസൻ എന്നോട് ചോദിച്ചു, എന്താ വിഷമം, എന്താ പ്രയാസം എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരുപാട് ടെൻഷനുണ്ട്, ഒരു നല്ല ജോലിയില്ല, ഒരുപാട് കടത്തിക്കൂടെ ഒക്കെ ഞാൻ കടന്നു പോവുകയാണ് എന്നൊക്കെ പറയാനിടയായി തീർന്നു. അങ്ങനെ സ്തോത്രം, ഒന്നും കൊണ്ട് ഭാരപ്പെടണ്ട, ഒരു പുതിയ നിയമത്തിന്റെ കോപ്പി എനിക്ക് തന്നിട്ട് പറഞ്ഞു, മോനെ ഇത് കൊണ്ടുപോയി പഠിക്കുക, ദൈവം മോനെ സഹായിക്കും, പ്രാർത്ഥനയിലേക്ക് വരാൻ പറഞ്ഞ് എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ അങ്ങനെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ ഭവനത്തിലേക്ക് വീണ്ടും കടന്നുപോയി. അന്ന് രാത്രിയിൽ ഞാനൊരു തീരുമാനം എടുത്തു. യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് എൻ്റെ ഈ സ്വഭാവത്തെ, എൻ്റെ എല്ലാ ചിന്തകളെയും മാറ്റി എനിക്കൊരു പുതിയ വ്യക്തിയാക്കി എന്നെ മാറ്റുമെങ്കിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ഇറങ്ങി തിരിക്കാം എന്ന്. ഞാനൊരു ഇരുട്ടത്ത് പോയിരുന്നോണ്ട, രാത്രിയിൽ ഒരു ഇരുട്ടത്ത് പോയിരുന്നോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിന്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു ശക്തി അങ്ങ് വന്നിട്ട് ഞാനൊരു പുതിയ മനുഷ്യനായി അങ്ങ് മാറി. വിതിൻ സെക്കൻഡ് കൊണ്ട് ഞാൻ പുതിയൊരു ചേഞ്ചായി അങ്ങ് മാറുവാനായിട്ട്. അപ്പോൾ എൻ്റെ ഉള്ളത്തിലേക്ക് വന്നൊരു ചിന്ത, എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതൻ എൽദോസ് എന്ന് പറയുന്ന, ഞങ്ങൾ +2 ഒരുമിച്ച് പഠിച്ചതാ, ആ സുഹൃത്ത് ഇങ്ങനെ പ്രാർത്ഥനയ്ക്കൊക്കെ പോയിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, എൽദോസെ, ഈ യേശു സത്യമായ ദൈവമാണോ? യേശു എല്ലാ അവസ്ഥകൾക്കും മാറ്റം തരുന്ന ദൈവമാണ്, യേശുവിനെ വിശ്വസിച്ചാൽ നിന്റെ എല്ലാ അവസ്ഥയ്ക്കും മാറ്റം ഉണ്ടാവുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ശരിയാണെന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, പക്ഷെ നീ അതിൽ വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ഒക്കെ ചെയ്താൽ ദൈവം നിന്നെ മാനിക്കും, അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. അങ്ങനെ ഞാൻ അത് ഏറ്റെടുത്തു. അന്ന് രാത്രിയിൽ ഒരിക്കൽ പോലും എന്നോട് വഴക്കിടാത്ത, ഒരിക്കൽ പോലും വലിയ ദേഷ്യത്തോടെ സംസാരിക്കാത്ത എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മോൻ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അദ്ദേഹം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു. എനിക്കറിയത്തില്ല, ഇന്ന് വരെ അദ്ദേഹം എന്നെ അങ്ങനെ ഇത് തല്ലിയിട്ടോ വഴക്കുണ്ടാക്കാനോ ഒന്നും വന്നിട്ടില്ലാത്ത ഒരു ജ്യേഷ്ഠൻ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കും. നീ എവിടെ പോയേക്കുമായിരുന്നു, നീ പെന്തിക്കോസിൽ ചേർന്നോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് വഴക്ക് പറയുന്നു. അങ്ങനെ ഞാന് എൻ്റെ ഉള്ളത്തിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, യേശു ദൈവമാണെങ്കിൽ ഇപ്പോ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവണം. ഞാൻ ഇത്രയും മനസ്സിൽ കൂടെ ചിന്തിക്കുകയല്ല, പെട്ടെന്ന് ജ്യേഷ്ഠന് ഒരു കോൾ വന്നു, ചേട്ടൻ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. അവിടെ മുതൽ ഞാൻ യേശുവിന്റെ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു, എൻ്റെ ഭവനത്തിലേക്ക് എനിക്ക് ഓടി പോകണം. ഞാൻ അത്രയും നാളും സ്നേഹിക്കാത്ത മാതാപിതാക്കളുടെ അടുത്തേക്ക് ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മാതാവേ, പിതാവേ, ഞാൻ ഇന്ന് രാത്രിയിൽ ഇവിടെ വന്നത് ഈ യേശു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. യേശുവിനെ അറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരു പുനരുദ്ധാനം, അല്ലെങ്കിൽ രണ്ടാമത് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ മനുഷ്യനായി മാറിയത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ ഓടി ഇവിടെ വന്നത്. അവരെ വിളിച്ചിരുത്തി കുറെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ജീവിക്കുന്നതെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കോളൂ എന്നൊക്കെ അവരോട് പറഞ്ഞു. അവർ പറഞ്ഞു, എൻ്റെ പിതാവ് പറഞ്ഞു, നിനക്ക് അങ്ങനെ പോകണമെങ്കിൽ നീ പൊക്കോ, ഞങ്ങളെ ആരെയും പ്രതീക്ഷിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് തിരിച്ചു. ഞാൻ അത് കഴിഞ്ഞ്
എനിക്ക് പിന്നെ ഒരു ജോലി ആവശ്യമായിരുന്നു. അങ്ങനെ സ്തോത്രം ഞാൻ വീട്ടിൽ നിന്ന് പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് 5 മണി വരെ ജോലിയുള്ളൂ. 5 മണി വരെ ഞാൻ ജോലി ചെയ്ത ശേഷം ഞാൻ ചർച്ചിൽ പോകും. ചർച്ചിൽ പോയി അവിടെ പ്രാർത്ഥനയ്ക്കും കോട്ടേജ് മീറ്റിംഗ് ഒക്കെ എന്തെങ്കിലും പ്രാർത്ഥനയൊക്കെ കാണും. അതിലൊക്കെ സംബന്ധിച്ച് ഞാൻ വൈകിട്ട് 8:30 9 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ താമസിക്കും. അപ്പോൾ പിതാവ് ചോദിക്കും, നിനക്ക് 5 മണി വരെ ഉള്ളല്ലോ ഡ്യൂട്ടി, പിന്നെ നീ എന്താ അത്ര താമസിച്ചതെന്നൊക്കെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു. നീ നേരത്തെ വന്നില്ലെങ്കിൽ ഭവനത്തിൽ വരണ്ട എന്നൊക്കെ പല പ്രാവശ്യം എനിക്ക് വാണിംഗ് ഒക്കെ തന്നിരുന്നു. എങ്കിലും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഹല്ലേലൂയ പ്രാർത്ഥനയും കാര്യങ്ങളും എനിക്ക് ഏറ്റവും വലുതെന്നുള്ള കാര്യത്തിൽ ഞാൻ മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ഹല്ലേലൂയ എന്റെ ഭവനത്തില് ഒരു ദിവസം രാത്രിയിൽ ഞാൻ വരുമ്പോൾ എന്റെ മാതാവ് പിറ്റേ ദിവസം ഭവനത്തിൽ ഒരു പൂജയും പാട്ടും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് വിളക്കും പൂവും കാര്യങ്ങളൊക്കെ നാളത്തേക്കുള്ള ഒരുക്കത്തിന് വേണ്ടി ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കറിയത്തില്ല എന്താ സംഭവം എന്ന്. പക്ഷെ എനിക്കറിയാം നാളെ എന്തോ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ പതിവ് പോലെ ഞാൻ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഞാൻ കുളിച്ച് റെഡിയായി എന്റെ വണ്ടിയുടെ താക്കോല് നോക്കിയപ്പോൾ താക്കോല് കാണുന്നില്ല. അപ്പൊ പിതാവ് എന്നോട് പറഞ്ഞു, ഇന്ന് നിനക്ക് പോകാൻ പറ്റത്തില്ല, ഇവിടെ ഇന്ന് നിനക്ക് വേണ്ടിയാണ് ഈ പരിപാടി ചെയ്യുന്നത്, ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നേരത്തെ എനിക്ക് ഇതിന് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഇല്ല, ഇവിടെ വേണ്ട ആളുകളൊക്കെ വരും, നിന്റെ ചർച്ച അമ്മാവന്മാരും നിന്റെ പ്രിയപ്പെട്ടവരൊക്കെ വരും, അവരുടെ മധ്യത്തിൽ നീ ഇത് പറഞ്ഞ് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാൽ മതി എന്നോട്. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. അങ്ങനെ അവിടെ പൂജാരി വന്നു, ജോത്സ്യം വന്നു, എന്നെ പലരും വന്ന് എന്നെ നിർബന്ധിച്ചു, എന്നെ വിളിച്ചു. ഞാൻ പോയില്ല. ഞാൻ ആ റൂമിൽ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവേ ഹല്ലേലൂയ, യേശുവേ, യേശുവിനെ അറിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഭാഗ്യം എല്ലാം ചേഞ്ച് ആയത്, എന്റെ ജീവിതത്തെ മാറ്റിയത് കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ റൂമിൽ ഇരുന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെ ഇരുന്ന് പൂജാരിയും ജോത്സ്യനും അവിടെ അമ്പലത്തിൽ പൂജ ചെയ്യണം, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് അവര് പൈസയൊക്കെ മേടിച്ചുകൊണ്ട് അവരങ്ങ് പോയി. അവസാനം എല്ലാം കഴിഞ്ഞിട്ട് എന്റെ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവരെല്ലാം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, അവരുടെ നടുക്ക് ഞാൻ നിൽക്കുന്നു, അവരെല്ലാം വട്ടം കൂടി നിന്നോട്ട് എന്നോട് ചോദിച്ചു, ഇനി എന്താ നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഞാൻ പറഞ്ഞു, എന്റെ ഒറ്റ പ്ലാനുള്ളൂ, ഈ യേശുവിനെ വിട്ട് ഞാൻ ഒരു ജീവിതം ഇനി മുമ്പോട്ടില്ല, ജീവിക്കുന്നെങ്കിൽ എന്റെ യേശുവിന് വേണ്ടി മാത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞ ഒരു പദമാണ്, എനിക്ക് മാതാവിനെയോ പിതാവിനെയോ അല്ലെങ്കിൽ ഹല്ലേലൂയ സഹോദരനെയോ ബന്ധുമിത്രാദികളെയോ ഒന്നും വേണ്ടെന്ന് പറയത്തില്ല. പക്ഷെ അതിലുപരി എനിക്ക് എന്റെ യേശുവിനെ വിട്ടിട്ടുള്ള ഒരു ജീവിതം എനിക്ക് വേണ്ട എന്ന് പറയാനായിട്ട് തീർന്നു. അതാണ് എന്റെ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയാനായിട്ട്. അപ്പോൾ ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പൊക്കോളാം. സ്തോത്രം. അപ്പോ എന്റെ വണ്ടിയുടെ താക്കോല് തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ എന്റെ ഇളയ അമ്മാച്ചൻ പറഞ്ഞു, ഇത്ര നാളും വളർത്തിയതിന്റെ പ്രതിഫലം കൊടുക്കണം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ട വണ്ടിയാണോ പ്രതിഫലമായിട്ട് വേണ്ടേ, വച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞ് മറ്റൊരു അമ്മാച്ചൻ പറഞ്ഞു, ഇപ്പൊ നീ അങ്ങ് പോകണ്ട, നീ വീട്ടിൽ തന്നെ ഇരിക്കുക, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് എന്നെ വീട്ടിൽ പിടിച്ചിരുത്തി. പക്ഷെ എനിക്ക് വീട്ടിലിരുന്നെങ്കിൽ എനിക്കൊരു സന്തോഷമില്ല, സമാധാനമില്ല. ഞാൻ ആകപ്പാടെ എനിക്ക് വല്ലാതൊരു വെപ്രാളയം എന്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ വെമ്പൽ കൂട്ടുവാണ്. ഞാൻ പറഞ്ഞു, പിതാവിനോട് പറഞ്ഞു, ഞാൻ പോവാണ്, ഹല്ലേലൂയ, എനിക്ക് ഇനി ഇവിടെ താമസിക്കേണ്ട, നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇനി എന്റെ പ്രാർത്ഥനയും ജീവിതവും ഒക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ പാസ്റ്ററെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ അങ്ങ് വരുവാണ്. അങ്ങനെ പോയി ഞാൻ ചർച്ചിലേക്ക് ചെന്നു. ചർച്ചിൽ ചെന്ന് പാസ്റ്റർ ഒരു രാത്രി ഞാൻ അവിടെ താമസിച്ചു. അതിനുശേഷം നമ്മുടെ ചോറ്റാനിക്കരയ്ക്ക് അടുത്തൊരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്, അങ്ങോട്ട് എന്നെ വിട്ടു. ഞാൻ അവിടെ ഒരു 2 മാസത്തോളം അവിടെ താമസിച്ചു. അതിനുശേഷം എനിക്ക് സ്നാനപ്പെടണം എന്നുള്ളൊരു ചിന്ത വന്നു. ഞാൻ അങ്ങനെ സ്നാനപ്പെട്ടു. 2009 എന്റെ സ്നാനം നടന്നത്. അതിനുശേഷം സ്തോത്രം, എനിക്ക് വീണ്ടും പഠിക്കണം എന്ന് എനിക്കൊരു എന്റെ ഉള്ളത്തിലേക്ക് ഒരു വന്നു. ഞാൻ അതിനുശേഷം +2 പഠിച്ചു. അതിനുശേഷം വീണ്ടും ഡിഗ്രി എടുക്കാനൊക്കെ ശ്രമിച്ചു, അത് നടന്നു. സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ എന്റെ മുമ്പോട്ടുള്ള ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ പിതാവ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലൈന്റ് കൊടുത്തു. എന്റെ മോൻ മതം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചു. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച ആൾ എന്നോട് പറഞ്ഞു, മോനെ നീ ഒന്നുകൊണ്ട് ഭാരപ്പെടുകയൊന്നും വേണ്ട, ഹല്ലേലൂയ, ഞാനും പ്രാർത്ഥനയ്ക്ക് പോകുന്ന ഒരാളാണ്, അതുകൊണ്ട് ഭാരപ്പെടുകയൊന്നും വേണ്ട, എന്തായാലും ഒരു കംപ്ലൈന്റ് എന്ന സ്ഥിതിക്ക് എന്തായാലും ഇവിടം വരെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ SIയിലേക്ക് വിളിച്ചു. SI വിളിച്ചിട്ട് ചോദിച്ചു, എന്താ വെള്ളത്തിൽ മുങ്ങിയോ, സ്നാനപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യമാണ്,
ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏത് തീരുമാനം എടുക്കാൻ അവൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ നിന്ന് വിട്ടു. ഞാൻ ഹല്ലേലൂയ അവിടെ നിന്ന് പിരിഞ്ഞു പോന്നു. അതിനുശേഷം ഞാൻ ഒരു ദിവസം വാഹനം ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം ഞാൻ കേൾക്കുവാണ്. നീ എന്റെ വേലക്കാരനാ, നീ എന്റെ വേലക്കായി ഇറങ്ങിത്തിരിക്കണം. സ്തോത്രം. അപ്പൊ ഞാന് ഒന്നും കൂടെ ആ ശബ്ദം കേൾക്കാനായിട്ട് ഒന്നുകൂടെ നിന്നു. അത് ദൈവശബ്ദം തന്നെയാണോ എന്നറിയാൻ വേണ്ടി ആ ശബ്ദം ഒന്നുകൂടെ ഞാൻ കേട്ടു. അങ്ങനെ ഞാൻ ചർച്ചിൽ ചെന്ന് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങനെ ഒരു ദൈവശബ്ദം ഞാൻ കേട്ടു, എനിക്ക് ദൈവവചനം പഠിക്കാൻ പോകണം, കർത്താവിന്റെ വേല ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ പിറ്റത്തെ വർഷം നമുക്ക് പഠിക്കാൻ പോവാം എന്നൊക്കെ പറഞ്ഞ് എന്നെ റെഡിയാക്കി. അങ്ങനെ പിറ്റത്തെ വർഷം ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് പോയി. അങ്ങനെ പഠിക്കാൻ പോയി. 3 വർഷക്കാലം എൻ്റെ ബൈബിൾ സ്കൂളിലെ പഠനമൊക്കെ നടന്നു. കർത്താവ് എല്ലാ രീതിയിലും പഠിക്കുവാൻ 3 വർഷം പഠിക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം 3 വർഷത്തിന്റെ പഠനത്തിന് ശേഷം ഞാൻ പലപ്പോഴും രാത്രിയിലൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. 2 മണിക്ക് 3 മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ദൈവമേ ഞാൻ എങ്ങോട്ട് പോവും, എവിടെ കർത്താവിന്റെ വേല ചെയ്യും എന്നൊക്കെ എൻ്റെ ഉള്ളത്തിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അതിനപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നൊക്കെ പ്രാർത്ഥിച്ചു. അതിനൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം എനിക്ക് പോവാനായിട്ട് നമ്മുടെ കണ്ണൂര് ഷാരോന്റെ ഒരു ചിൽഡ്രൻസ് ഹോം ഉണ്ട്. ആ ഷാരോന്റെ ചിൽഡ്രൻസ് ഹോമില് അവിടുത്തെ കുഞ്ഞുങ്ങളുടെ വാർഡനായിട്ട് എന്നെ അവിടെ പോസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് കുഞ്ഞുങ്ങളുമായിട്ടൊന്നുള്ള ഒരു ബന്ധമില്ല, എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല കൈകാര്യം ചെയ്യാൻ. പക്ഷെ ദൈവം എന്നെ ഒരു 5 വർഷക്കാലം അവിടെ എന്നെ ആക്കി. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിക്കുകയും അനേക കാര്യങ്ങൾ ചെയ്യുവാനും ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്നൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ ദൈവം എന്നെ അവിടെ 5 വർഷം കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. അതിനുശേഷം അഞ്ചാമത്തെ വർഷം എന്നോട് പറഞ്ഞു, നീ ഇവിടുന്ന് ഇറങ്ങിക്കോ, നിന്റെ വേല ഇതല്ല, ഫുൾ ടൈം എന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇറങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്ക് വിളിച്ചു. അവരെന്നെ വിളിച്ചു മേടിച്ചുകയും ഒരു സാധിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവര് പറഞ്ഞൊരു പദമാണ്, നീ യേശുവിനെ വിട്ട് വരുവാണെങ്കിൽ ഹല്ലേലൂയ, ഏറ്റവും നല്ലത്, നിനക്ക് എന്തെങ്കിലും ഞങ്ങൾ ഒരു വീതം തരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കുള്ളതെല്ലാം എൻ്റെ താഴെ ഒരു സഹോദരനുള്ളൂ, അവന് സഹോദരനെല്ലാം കൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ട, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം കരുതിയിട്ടുണ്ട് എന്ന് പറയുവാനിടയായിത്തീർന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. പിന്നെ ഞാൻ ഭവനത്തിൽ വന്നു. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു 1,00,000 രൂപ എനിക്ക് കടം ഉണ്ടായിരുന്നു. സ്തോത്രം. 1,00,000 രൂപ കടം ഉണ്ടായി. എനിക്കൊരു അന്നേരം ആ സമയത്ത് ഒരു വാഹനം ഉണ്ടായിരുന്നു. ആ വാഹനത്തിന്റെ ഒരു കുറച്ച് കടം ബാധ്യതകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. ആ സമയത്തും ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരെ കേൾക്കണോ, ഞാൻ ഒരു ജോലിക്കും പോയില്ല. ദൈവം എന്നോട് പറഞ്ഞു, നീ എങ്ങും പോടാ, നീ എന്റെ വേല ചെയ്തുകൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ ബൈബിളും ഹല്ലേലൂയ ട്രക്കൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇങ്ങനെ സുവിശേഷം അറിയിക്കാൻ പോയി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ 2-3 മാസം അങ്ങനെ പോയി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ശേഷം അവിടെ പാസ്റ്റർമാരില്ലാത്ത ചർച്ചുകളിൽ എന്നെ അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനായിട്ട് പല സ്ഥലങ്ങളിൽ എന്നെ വിട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളത്തിലേക്ക് ഒരു ചിന്ത വന്നു. സ്തോത്രം. ഈ നാട് വിട്ട് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും വയലുകളിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അറിയില്ല, ഞാൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. അതിന് മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord Jesus. Amen. Hallelujah. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord Jesus. Hallelujah. Glory to God, Jesus. Amen. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise the Lord Jesus. പാസ്റ്റർ പറഞ്ഞോ, ഡിസ്കണക്ട് ആയിരുന്നു. പറഞ്ഞോ. എന്തോ ഒരു നെറ്റിന്റെ പ്രോബ്ലം തോന്നുന്നു. ഓക്കെ. അതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ എനിക്ക് 1,00,000 രൂപ കടമുണ്ടായിരുന്നു. ദൈവം എന്നോട് പറഞ്ഞു, നീ ലജ്ജ, നീ എന്റെ വേല ചെയ്തുകൊണ്ടിരുന്നോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ അത്യുദ്ധാനം ചെയ്തുകൊണ്ടിരുന്നു. ദൈവം ഒരു 6 മാസത്തിനുള്ളിൽ ഹല്ലേലൂയ 1,00,000 രൂപ
അടയ്ക്കാനായിട്ടുള്ള എല്ലാ വഴികളും ദൈവം തന്നെ എനിക്ക് വേണ്ടി വഴി തുറന്നു തന്നു. സ്തോത്രം. അങ്ങനെ ഞാൻ സ്തോത്രം വന്നും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നിന്നുകൊണ്ട് ദൈവം എന്നെ ഒരുപാട് കാര്യം കർത്താവേ സ്തോത്രം യേശുവേ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കേൾക്കാമല്ലോ അല്ലേ? പക്ഷേ ഡിസ്കണക്ട് ആകുന്നുണ്ട്. നെറ്റിന്റെ എന്തോ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ഓക്കെ കണ്ടിന്യൂ ചെയ്തു. യേശുവിന്റെ നാമത്തിൽ തടസ്സമാക്കും. അങ്ങനെ ഞാൻ സ്തോത്രം ഹല്ലേലൂയ അങ്ങനെ സ്തോത്രം നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്റെ കടമൊക്കെ ദൈവം മാറ്റി തന്നു. ദൈവം അത്ഭുതം ചെയ്തു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു ദൈവദാസൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു മേജറായ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വരികയാണ്. നമ്മുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനായിട്ട് പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തീർച്ചയായും ബാക്കിയുള്ള സമയം താങ്കൾക്ക് കഥാന്റെ വേലയും ചെയ്യാം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ നിന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ ദിവസം ഞങ്ങള് പ്രാർത്ഥിക്കുകയും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. സ്തോത്രം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നോർത്ത് ഇന്ത്യയുടെ വയലുകൾ ഇങ്ങനെ വിളഞ്ഞു കിടക്കുക ദൈവദാസനെ, താങ്കൾക്ക് താല്പര്യമാണെങ്കിൽ പ്രാർത്ഥിച്ചു നോക്ക്, ദൈവഹിതമാണെങ്കിൽ പ്രാർത്ഥിച്ചു നോക്ക്, ആണെങ്കിൽ പോരെ എന്നിങ്ങനെ പറയാനിടയായി തീർന്നു. സ്തോത്രം. അപ്പൊ ഞാൻ മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. സ്തോത്രം. അങ്ങനെ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ടൊരു അവസരം ഉണ്ടായത്. അങ്ങനെ ഹല്ലേലൂയ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങ് പോയി. അതിനുശേഷം സ്തോത്രം ഒരു 11 മണിയായപ്പോൾ, രാത്രി ഒരു 11 മണി വരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മിറ്റത്തോടെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവേ ദൈവഹിതമാണെങ്കിൽ എന്നെ നോർത്ത് ഇന്ത്യയിൽ അയക്കണമേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഒരു 11:30-12 മണിയായപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു, നീ പൊക്കോ എന്നൊരു ശബ്ദം കേട്ടു. പിറ്റേ ദിവസം സൺഡേ ആണ്. ഞാൻ ചർച്ചിൽ ചെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകാനായിട്ട് കർത്താവ് എനിക്കൊരു നിയോഗം തന്നേക്കുവാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എല്ലാവരോടും ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ എന്റെ അവിടെ നിർത്തി. പലരും എന്നെ നിരുത്സാഹപ്പെടുത്തി, പലരും എന്നെ പ്രചോദനം തന്നു. അങ്ങനെ ഞാൻ ആരുടെ വാക്കുകളൊന്നും കേട്ടില്ല. കർത്താവ് എന്തു പറഞ്ഞു എന്നുള്ള വാക്ക് കേട്ടോണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. ഞാൻ ഛത്തീസ്ഗഡിലായിരുന്നു. ഛത്തീസ്ഗഡിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ 2-3 മാസം ഭാഷയൊന്നും അറിയില്ലാത്തതുകൊണ്ട്, ആരെയും ഹിന്ദി നമ്മളിവിടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി വായിക്കാനൊക്കെ അറിയാം, വായിക്കാനും എഴുതാനും അറിയാം, അല്ലാതെ അതിൽ കൂടുതൽ അപ്പുറത്ത് വേറെ ഒന്നും അറിയത്തില്ല. 2-3 മാസം എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവിടുത്തെ ദൈവദാസന്റെ കൂടെ ഞാൻ പോവും വരികയും ഗ്രാമങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്ത് ഇദ്ദേഹം ചെല്ലുന്നിടത്തൊക്കെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ വന്നെങ്കിൽ ഹിന്ദി പഠിച്ചേ പറ്റൂ, ഹിന്ദി പഠിക്കാത്തോളം കാലം ഇവിടെ വേല ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്തോത്രം ഞാൻ ഒരു ദിവസം റൂമിൽ പോയത് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ ഞാനിവിടെ ഛത്തീസ്ഗഡിൽ വന്ന് കർത്താവിന്റെ ശബ്ദം കേട്ടാ വന്നേ, അപ്പാ ഹല്ലേലൂയ എന്നെ ഭാഷകൾ പഠിപ്പിക്കണമേ എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി താഴെ വന്നപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ഒരു ദൈവദാസനെ എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നേക്കുക. എന്നോട് പറഞ്ഞു, ദൈവദാസനെ ബാഗൊക്കെ എടുത്തോ, നമുക്ക് ഗ്രാമത്തിലേക്ക് പോകാന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഒരു 2-3 മാസം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് എനിക്ക് അദ്ദേഹത്തിന്റെ എല്ലാ സമയവും, അതായത് കോട്ടേജ് മീറ്റിംഗ്, ഉപവാസ പ്രാർത്ഥന, സൺഡേ ആരാധനയുടെ സമയം എല്ലാം എനിക്ക് തന്ന് ഞാൻ എന്ത് ചെയ്തു, വചനം നന്നായിട്ട് സംസാരിക്കാനും ഹിന്ദി സംസാരിക്കാനും ഒക്കെ എനിക്ക് അങ്ങ് ഒരു ഇതായി. അങ്ങനെ എനിക്കൊരു ചർച്ച് തന്നു. അങ്ങനെ ചർച്ച തന്നു. ഞാൻ പലയിടങ്ങളിലൊക്കെ പോയി അത്യാവശ്യം വചനമൊക്കെ സംസാരിക്കാനൊക്കെ ഇതായി. ദൈവം എനിക്കാക്കി ഒരു ഗൈഡൻസ് തന്നു. അങ്ങനെ ഒരു ചർച്ച എനിക്ക് കിട്ടി. ഞാൻ അങ്ങനെ കുറച്ച് നാൾ ആ ചർച്ചിൽ ഒരു പാസ്റ്ററായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ എന്റെ വിവാഹം നടന്നിട്ടില്ല. സ്തോത്രം. അപ്പോൾ ഞാൻ അങ്ങനെ വിവാഹത്തെ കുറിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്റെ വിവാഹത്തിനും. അങ്ങനെ ചർച്ചിൻ്റെതായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വിഷയങ്ങളെല്ലാം വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഛത്തീസ്ഗഡിലുള്ള ഒരു പെങ്കൊച്ചിനെ കാണിച്ചു എന്നിട്ട് പറഞ്ഞു, നീ ഈ പെങ്കൊച്ചിനെ വിവാഹം കഴിക്കണം എന്നോട് പറഞ്ഞു. സ്തോത്രം. അപ്പോ ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെ ഛത്തീസ്ഗഡിൽ നിന്ന് വിവാഹം കഴിക്കണമെന്നൊരു തീരുമാനം അങ്ങനെ ഉണ്ടായില്ല. അപ്പോ ദൈവം എന്നോട് പറഞ്ഞു, ഇവിടുന്ന് തന്നെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ
ഓക്കെ എന്ന് പറഞ്ഞു. ആ പെങ്കൊച്ചിനോട് ഞാൻ ദൈവം എന്നോട് സംസാരിച്ച രീതിയിൽ ഞാൻ പറഞ്ഞു, താങ്കളെ വിവാഹം കഴിക്കാനായിട്ട് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചു പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ വിവാഹം കഴിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല, ഇപ്പൊ കല്യാണം കഴിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ പാസ്റ്ററോട്, അവിടുത്തെ ദിവാസനോട് ഇങ്ങനെ പറഞ്ഞു, ദിവാസന ഇങ്ങനെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു, ഈ കൊച്ചിനെ കാണിച്ചു തന്നിട്ട് എന്നോട് വിവാഹം കഴിക്കുന്ന കാര്യം എന്നോട് പറഞ്ഞു പറഞ്ഞു. സ്തോത്രം. അത് കഴിഞ്ഞ് അവര് ദേവദാസൻ കൊച്ചിനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു, താങ്കളെ വിവാഹം കഴിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു, അദ്ദേഹം സംസാരിച്ചു എന്ന് എന്നോട് പറഞ്ഞു. ആ കൊച്ചു പറഞ്ഞു, എനിക്ക് ഒരുപാട് രോഗമുണ്ട്, ഞാൻ കല്യാണം കഴിച്ചാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല, ഞാൻ ഒരു രോഗിയാണ്, എന്റെ മൂക്കിൽ നിന്ന് എപ്പോഴും ബ്ലഡ് വന്ന് ഞാൻ തളർന്നു വീഴുന്ന ഒരു സിക്ലിംഗ് പ്രോബ്ലം എന്ന് പറഞ്ഞൊരു രോഗമുണ്ട്, ഇതൊക്കെ എന്റെ കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിഷയമായി മാറും, അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ എന്നോട് ഇതെല്ലാ കാര്യവും പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. സ്തോത്രം. അതിനുശേഷം ദൈവം ഞാൻ ഒരു 40 ദിവസം ഉപവാസത്തിന്റെ സമയത്ത് ദൈവം ആ മോളോടും അതുമാതിരി തന്നെ എൻ്റെ വൈഫിന്റെ മാതാപിതാക്കളോടും ദൈവം ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് ഈ വിവാഹം നടന്നത്. സ്തോത്രം. എൻ്റെ ഭവനം അവർ കണ്ടിട്ടില്ല, എൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല, എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് ഒന്നും അറിയത്തില്ല, ദൈവം അവരോട് സംസാരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താലാണ് എൻ്റെ വിവാഹം നടന്നത്. സ്തോത്രം. അങ്ങനെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് തന്നെ 4-5 വർഷമായി. സ്തോത്രം. ഇന്ന് വരെ ഞങ്ങൾക്ക് മോൾക്കുണ്ടായിരുന്ന, എൻ്റെ വൈഫിനുണ്ടായിരുന്ന രോഗം, ഇന്ന് വരെ ആ രോഗം ഞങ്ങൾ കണ്ടിട്ടില്ല. കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് 2 മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നു. സ്തോത്രം. എല്ലാ നിലയിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് നടത്തുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഞങ്ങള് 4-5 വർഷം, 5-6 വർഷത്തോളം ഛത്തീസ്ഗഡിന്റെ ദേശത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ദൈവം ഞങ്ങളെ മഹാരാഷ്ട്രയുടെ ദേശത്ത് കൊണ്ടുവന്നിട്ട്, ഇപ്പൊ 1 വർഷമായുള്ളൂ ഞങ്ങളിവിടെ വന്നിട്ട്, പുതിയ വർക്കാണ്. എങ്കിലും ദൈവം ഞങ്ങളെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും നടത്തുന്നു. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഹല്ലേലൂയ, മറ്റ് ഒരുപാട് പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നു. ഹല്ലേലൂയ, ഒരുപാട് തിക്താനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാം, ദൈവം എന്നെ സഹായിക്കുന്നുള്ള ഒറ്റ വിശ്വാസത്തിൽ ഞാനിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ദർശനം എഴുതുക. ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 2-3 വാക്യം, നീ ദർശനം എഴുതുക, അത് സമാപ്തിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക, അതിപ്പോ തീർന്നാലും അതെന്ത് ചെയ്യാ, അത് വരും. ആ വചനം എന്നോട് ഇടപെട്ടു. അങ്ങനെ ഞാൻ ഇമ്മാനുവൽ പ്രയർ മിനിസ്ട്രി എന്ന് പറഞ്ഞ് ഞാനൊരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തു. സ്തോത്രം. അതിനകത്ത് ദൈവം എനിക്ക് ഒരുപാട് ദർശനം എനിക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ദർശന പ്രകാരം ഇപ്പോൾ 5 മുതൽ 5:30 വരെ ഒരു ഹിന്ദി പ്രയർ നടക്കുന്നുണ്ട്. 5:30 മുതൽ 6 വരെ ഒരു മലയാളം സർവീസ് നടക്കുന്നുണ്ട്. അതിനകത്ത് കൂടി വരാൻ 10-11 പേര് ഇപ്പൊ ഉണ്ട്. സ്തോത്രം. ദൈവം അതിനെ ഓരോ ദിവസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാഹചര്യം, സ്തോത്രം, ഇത്ര നേരം നമ്മൾ എന്റെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം ഹല്ലേലൂയ, വിളിച്ച ദൈവം വിശ്വസ്തന. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. ഈ അപ്പർ റൂം പ്രയർ ലൈനിൽ കർത്താവിന്റെ ദാസന് കൊടുത്ത നല്ല ദർശനങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 24 മണിക്കൂർ നടക്കുന്ന പ്രാർത്ഥനകൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രാർത്ഥന ദൈവം വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തെ ഓരോ ദിവസം ഡെവലപ്പ് ചെയ്ത സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയും പ്രാർത്ഥന തന്നെ വരുമ്പോൾ തന്നെ നമ്മുടെ ആത്മീയ തലം ഓരോ ദിവസവും ഡെവലപ്പ് ആവുകയാണല്ലോ ചെയ്യുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ കർത്താവിന്റെ വചനം എങ്ങനെയാണല്ലോ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എപ്പോഴും പ്രാർത്ഥിപ്പിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കാനാണല്ലോ പറയുന്നത്. സ്തോത്രം. അങ്ങനെ നമ്മൾ ഓരോ തലത്തിൽ ഓരോ സ്റ്റെപ്പില് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ 1 by 1 ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രസ്സിലേക്ക് വരുന്നത്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥന ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരുപാട് മടുപ്പുകൾ വരും, നമുക്ക് ഒരുപാട് ടെൻഷനുകളാവും. ഹല്ലേലൂയ. ഈ പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ വിശ്വാസികൾ, എന്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരോടെല്ലാം ഞാൻ പറയുന്ന വാക്ക് ഇതാണ്: ഇന്ന് നമ്മൾ 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ നാളെ 2 മണിക്കൂർ, നാളെ 2 ആണെങ്കിൽ പിറ്റേ ദിവസം 3 മണിക്കൂർ. ഓരോ ദിവസവും നമ്മൾ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കണം. സ്തോത്രം. അപ്പൊ നമ്മൾ നല്ല ആത്മീയ സ്പിരിച്വൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല പവർ ആയിരിക്കും. സ്തോത്രം. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കടബാധ്യതകളും അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കുറിച്ചുള്ള ഭാരവും അല്ലെങ്കിൽ
Amen. സ്തോത്രം. അപ്പോ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഓരോരോ ടെൻഷനൊക്കെ, അപ്പോ വചനം എന്താ ഇങ്ങനെ, വചനം നാം പറയുന്നത് നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എനിക്ക് എത്ര കിട്ടും, അയ്യോ എനിക്ക് എത്ര ലാഭമുണ്ട്, ഹല്ലേലൂയ എനിക്ക് എന്താ ഇതിനുള്ള മെച്ചം എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവ് വിളിച്ചത് അതിനൊന്നും അല്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവിന്റെ നാമം എല്ലായിടത്തും ഹല്ലേലൂയ സ്തോത്രം വെളിപ്പെടണം എന്നുള്ള ഒറ്റ ആഗ്രഹമേ ഉള്ളല്ലോ. സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ അതിനൊരു മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ കർത്താവിന്റെ നാമം എടുത്ത് ഹല്ലേലൂയ എവിടെയൊക്കെ ഉയർത്തുന്നുണ്ട് അവരെയൊക്കെ ദൈവം മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ ആരുടെ മുമ്പിൽ ലജ്ജിപ്പാൻ ഇടവരുത്തുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ എന്റെ ഈ ഹല്ലേലൂയ 16-17 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എനിക്കൊന്നും വിളിച്ചു പറയാനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ എന്റെ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ ഇതുവരെ ആരുടെ മുമ്പിൽ ഹല്ലേലൂയ തല കുനിക്കുവാൻ എന്റെ കർത്താവ് ഇടയാക്കിയിട്ടില്ല. ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. എന്റെ മാതാപിതാക്കൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ സ്തോത്രം, നീ ഹല്ലേലൂയ ഞങ്ങളെ വിട്ടുപോയാൽ നീ നശിച്ചു പോകുന്ന പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ പക്ഷെ ഞാൻ ഹല്ലേലൂയ ദൈവകൃപയെ നശിച്ചില്ല. ഓരോ ദിവസവും ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ദൈവം പ്രോഗ്രസ് തന്നുകൊണ്ടിരിക്കുക. ഞാൻ അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്റെ മാതാപിതാക്കളെ. ഹല്ലേലൂയ സഹോദരനെ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേ. എന്റെ അനിയൻ വിശ്വാസത്തിൽ വന്നതായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ അവന് ഒരുപാട് മാനസികമായി ഒരുപാട് ടെൻഷനും ഹല്ലേലൂയ വല്ലാത്തൊരു മാനസിക പ്രതിസന്ധിയായിരുന്നു അവന്റെ ജീവിതത്തില്. ഹല്ലേലൂയ അവനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവന് ഞരമ്പെല്ലാം കണ്ടിക്കുക, ബ്ലേഡ് എടുത്ത്. ഒരു വല്ലാത്തൊരു പൈശാചി ശക്തി അവന്റെ മേൽ കൂടിയിരുന്നത്. അല്ലെങ്കിൽ ആരോട് സംസാരിക്കത്തില്ല. ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. ഞാൻ അല്ലെങ്കിൽ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി ദേവാസന്മാരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ ശക്തി അവനിൽ നിന്ന് ഇളകി പോകാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ അവന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായതായിരുന്നു. 1-2 ആഴ്ചയൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നു. വീണ്ടും വീട്ടുകാര് അതിനെ ഹല്ലേലൂയ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കുവാനിടയായി തീർന്നു. സ്തോത്രം. വീണ്ടും അവനത് പിന്മാറിപ്പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഞാൻ ഒന്ന് പറയാനുണ്ട്. ഹല്ലേലൂയ നമ്മുടെ ദൈവം ഹല്ലേലൂയ വലിയവനായ ദൈവമാണ്. നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. നീ എവിടെയൊക്കെ തല കുനിച്ചിട്ടുണ്ടോ ഹല്ലേലൂയ അവിടെയൊക്കെ ഹല്ലേലൂയ നിനക്ക് ഞാനൊരു ഹല്ലേലൂയ ഒരു മാന്യത വച്ചിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ നിങ്ങളുടെ ഹല്ലേലൂയ ഒന്നും നമുക്ക് കർത്താവിന് വേണ്ട. എന്നെ നിങ്ങളെ കർത്താവിന് വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ കർത്താവിന്റെ കരത്തിൽ അല്ലെങ്കിൽ എന്നതാ കുറവുള്ള. സ്തോത്രം. എല്ലാം ഉണ്ടല്ലോ. അത് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മക്കളും അവകാശികളുമാണല്ലോ. നമ്മുടെ അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അല്ലാതെ പിന്നെ ആർക്കാ കർത്താവ് കൊടുക്കുന്നേ? സ്തോത്രം. ഹല്ലേലൂയ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം വലിയവനായ ദൈവമാ. ആ കർത്താവിനെ അറിഞ്ഞതാണല്ലോ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മാറ്റം ഉണ്ടായത്. സ്തോത്രം. എന്റെ ജീവിതത്തെ മാറ്റിയത് ഈ കർത്താവിനെ അറിഞ്ഞതാകട്ടോ. സ്തോത്രം. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുക. എന്റെ കൂട്ടുകാരന്മാരെയൊക്കെ ചോദിക്കാറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ നിനക്ക് നല്ല ജോലിയൊന്നും കിട്ടിയില്ലേ? ഹല്ലേലൂയ ഈ യേശുവിനെ മുറുകി പിടിച്ചുകൊണ്ട് നടന്ന് നിനക്ക് എന്താ കിട്ടുന്ന ലാഭം? ഞാൻ പറഞ്ഞു ഹല്ലേലൂയ ഈ യേശുവിനെ പറയുമ്പോഴാണ് എന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഹല്ലേലൂയ ഉണ്ടാവുന്നത്. സ്തോത്രം. അനേകരെ ഹല്ലേലൂയ സന്തോഷമില്ലാതെ സമാധാനമില്ലാതെ അവരുടെ ഇടയ്ക്കിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ അവർക്കുണ്ടാകുന്ന സന്തോഷവും സമാധാനവുമാണ് എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ അതിൽ മാറ്റം വരുന്ന. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറയാനിടയായി തീർന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്കൊന്നും കിട്ടാത്ത മാന്യത, അവർക്കൊന്നും കിട്ടാത്ത സന്തോഷം ഹല്ലേലൂയ കർത്താവ് എനിക്ക് തന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഇതുവരെയും ഹല്ലേലൂയ ദൈവം നിർത്തിയതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നും പുകഴുവാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. ഹല്ലേലൂയ ഈ നോർത്ത് ഇന്ത്യയുടെ വയലുകളിൽ എങ്ങനെ എത്തിയെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹിന്ദി നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പോഴും സംസാരിച്ചാൽ ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും ദൈവം ഓരോ ദിവസം നടത്തുന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇപ്പൊ ഈ മഹാരാഷ്ട്രയുടെ ദേശത്ത് ഹല്ലേലൂയ ഒന്നും കണ്ടുകൊണ്ടല്ല ഞങ്ങളിവിടെ വന്നത്. അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ ദൈവം ഓരോ ദിവസം നടത്തുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ദൈവം കണ്ട ഹല്ലേലൂയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഹല്ലേലൂയ കണ്ടു, വിളിച്ചു, വേർതിരിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ പെറ്റ തള്ള മാറിപ്പോകാം, ഹല്ലേലൂയ ചാർച്ചക്കാരും മാറിപ്പോകാം, സഹോദരങ്ങൾ ഇട്ടിട്ട് പോകാം. ഹല്ലേലൂയ ഇന്ന് ഹല്ലേലൂയ
സഹായിക്കാമെന്ന് പറഞ്ഞവരൊക്കെ നമ്മെ വിട്ടു പോകാം കേട്ടോ. പക്ഷെ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഹല്ലേലൂയ, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടുക. ഇതാ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. സ്തോത്രം. യെശയ്യാവ് 49:15 വാക്യമാണ് ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ, ഇതാ ഞാൻ നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഒരുപക്ഷെ പെറ്റതള്ള മാറിപ്പോയേക്കാം. ഹല്ലേലൂയ, ഉറ്റവർ മാറിപ്പോയേക്കാം, ഹല്ലേലൂയ ചാർച്ചക്കാർ മാറിപ്പോയേക്കാം, സഹോദരങ്ങൾ മാറിപ്പോയേക്കാം, എല്ലാവരും മാറിപ്പോയേക്കാം കേട്ടോ. പക്ഷേ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ ഇതാ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ ഹല്ലേലൂയ സ്റ്റേജുകൾ, നിനക്ക് വേണ്ടി ഞാൻ അനേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ചില മാന്യതകൾ വെച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് അറിയിക്കുക. റബാന ശംദര രിഖബബബ വൈഡക രഗത്വന ദിവനന്ദന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ നമ്മളെല്ലാം കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ ഇരിക്കുകയാണല്ലോ കർത്താവ്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ, മനുഷ്യരിതൊന്നും തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ, നാളെ എന്തായി തീരുമെന്ന് ഒന്നും നമുക്കറിയത്തില്ല. ഹല്ലേലൂയ, യാക്കോബിന്റെ ലേഖനത്തിന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നാളെ ഹല്ലേലൂയ എന്താകുമെന്ന് ആർക്കും ഒന്നും അറിയില്ല. മനുഷ്യനെ പോലും തിരിച്ചറിയാതെ ഹല്ലേലൂയ പണം സമ്പാദിക്കുന്നു. ഹല്ലേലൂയ ഇട്ടുമൂടാൻ, ഹല്ലേലൂയ അത് പോരാതെ വീണ്ടും വീണ്ടും സമ്പാദിക്കാനുള്ള ടെൻഡൻസി. ഹല്ലേലൂയ ആരും തിരിച്ചറിയാത്ത, ഹല്ലേലൂയ സഹോദരനെ തിരിച്ചറിയാത്ത, സഹോദരിയെ തിരിച്ചറിയാതെ, അല്ലെങ്കിൽ പാപത്തിന്റെ ഇമ്പങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വല്ലാത്തൊരു അന്തരീക്ഷത്തിലാണല്ലോ അല്ലെങ്കിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്നത്. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനാണല്ലോ ഈ അപ്പർ റൂം പ്രേയർ ലൈൻ അല്ലെങ്കിൽ ഞങ്ങളുടെ ദൈവദാസന് ദർശനം കൊടുത്തതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, അനേക ദൈവമക്കൾ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. അനേക പ്രിയപ്പെട്ടവര് ഇത് കേൾക്കുന്നുണ്ടല്ലോ. അനേക പ്രിയപ്പെട്ടവർ ഇതിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അല്ലെ, നമ്മുടെ പ്രാർത്ഥനകളൊന്നും വൃഥാവാകുന്നില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ, അനേകയിടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഒരുപക്ഷെ അറിയുന്നില്ല. ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥന ചില ഇടങ്ങളിൽ ചെന്ന് അത് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രധാനമന്ത്രി മോദിയുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടേ പറ്റൂ. ഹല്ലേലൂയ, നമ്മുടെ ഇന്ത്യ ദൈവത്തിന്റെ കാര്യത്തിൽ ഏൽപ്പിച്ചു കൊടുത്തേ പ്രാർത്ഥിച്ചേ മതിയാവൂ. ഹല്ലേലൂയ, അനേക സ്ഥലങ്ങളിൽ ഹല്ലേലൂയ ദൈവദാസന്മാർ കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുപ്പെടുക, ആലയങ്ങൾ അടച്ചിടാൻ പറഞ്ഞേക്കുക. സ്തോത്രം. അനേകരുടെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചിൽഡ്രൻസ് ഹോം മുതൽ എന്ന് വേണ്ട അനേകരുടെ ഹല്ലേലൂയ എല്ലാം അടച്ചിട്ടേക്കോ. സ്തോത്രം. ഹല്ലേലൂയ, അനേക സ്ഥലങ്ങൾ ഹല്ലേലൂയ അനാഥ ആലയങ്ങൾ പോലും എല്ലാം എന്ത് ചെയ്യുന്നു, പൂട്ടി ഇട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം ഇതിന്റെ മേലെല്ലാം പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. സ്തോത്രം. ദൈവം നോക്കുന്നത് നമ്മുടെ ഐക്യതയെ നോക്കുന്നത്. സ്തോത്രം. ഇന്ന് നമ്മൾ ഹല്ലേലൂയ ഐക്യതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഹല്ലേലൂയ എനിക്ക് എന്താണ് ലാഭം? സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ ഒരാളെ വിളിക്കുമ്പോൾ ഹല്ലേലൂയ എനിക്കിപ്പോ സമയമില്ല, ഞാൻ തിരക്കാണ്. സ്തോത്രം. എന്ത് തിരക്ക് പ്രിയപ്പെട്ടവരെ! ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അല്പനേരം ഹല്ലേലൂയ ചെലവഴിച്ച് പ്രാർത്ഥിക്കാൻ, ഹല്ലേലൂയ കർത്താവിന് വേണ്ടി അല്പനേരം സമയം മാറ്റിവെക്കാൻ ഹല്ലേലൂയ സമയമില്ലാതെ നമുക്ക് എന്ത് തിരക്കാ പ്രിയപ്പെട്ടവരെ! ഹല്ലേലൂയ, നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമുക്ക് എന്ത് തിരക്കും. സ്തോത്രം. ഹല്ലേലൂയ, അത് നമ്മുടെ എന്തുമായിക്കോട്ടെ, കർത്താവല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ല. സ്തോത്രം. യേശുവില്ലാതെ ജീവിക്കുന്നത് ഈ ഹല്ലേലൂയ കാലഘട്ടത്തിൽ വ്യർത്ഥമത്രേ. സ്തോത്രം. ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിയത് ഹല്ലേലൂയ യേശുവിനെ അറിഞ്ഞിട്ടാണല്ലോ. യേശുവില്ലാതെ ജീവിക്കുന്നത് വ്യർത്ഥമാണ്. ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്താണ് ദൈവം നമ്മെ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ മഹാരാഷ്ട്രയുടെ ദേശത്ത് ഇവിടെ ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നു. സ്തോത്രം. കർത്താവിന്റെ വേലയിൽ ഹല്ലേലൂയ 1 വർഷമായി സ്തോത്രം ഇവിടെ മഹാരാഷ്ട്രയുടെ ദേശത്ത്. അങ്ങനെ ദൈവം ഞങ്ങളെ ഓരോ ദിവസവും വിശാലതയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു. 2 കുഞ്ഞുങ്ങളുണ്ട്, വൈഫുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവ് ഹല്ലേലൂയ ഞങ്ങളെ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 6:30 വരെയാണ് എന്റെ സമയം. ഹല്ലേലൂയ. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം. സ്തോത്രം. ഒരു വചനം നമുക്ക് നോക്കാം. യോഹന്നാന്റെ മർക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
ഹല്ലേലൂയ. ഒരു നിത്യ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. നിത്യ പ്രാർത്ഥന. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ലൈഫ് ഹല്ലേലൂയ എപ്പോഴും അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. നമുക്കറിയാം സ്തോത്രം, നമ്മളൊരു മൊബൈലിലെ ചാർജ് കുറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളത് ചാർജിങ്ങിലിടും. എന്തുകൊണ്ട് ചാർജിങ്ങിലിടും? അത് വീണ്ടും നമുക്ക് യൂസ് ചെയ്യണം. അതിനകത്താണ് നമ്മുടെ സകലതും വരുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ആത്മീയ അന്തരീക്ഷത്തെ എന്ത് ചെയ്യണം? ഓരോ ദിവസവും നമ്മൾ ചാർജ് ചെയ്തേ പറ്റും. സ്തോത്രം. നമുക്കറിയാം, എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ഞാൻ എവിടെയാ എന്റെ ജീവിതത്തിൽ ചാർജ് കുറഞ്ഞേക്കുന്നേ, ഞാൻ ഏത് അന്തരീക്ഷത്തിൽ എന്റെ ചാർജ് കുറഞ്ഞേക്കുന്നേ, എനിക്ക് എവിടെയാ പ്രാർത്ഥനയിൽ മടുപ്പ് വന്നേക്കുന്നേ, എനിക്ക് എവിടെയാ പ്രാർത്ഥനയിൽ മുമ്പോട്ട് ഉയരാൻ പറ്റാത്തത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഏത് പാപത്തിലാ പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം ഒന്ന് വിട്ടു മാറ്റിയിട്ട് സ്തോത്രം നമ്മളൊന്ന് മുമ്പോട്ട് അടുത്ത സ്റ്റെപ്പുകൾ കയറുവാണെങ്കിൽ മാത്രമേ നമുക്ക് ഹല്ലേലൂയ ഈ ആത്മീയ അന്തരീക്ഷത്തിലേക്ക് എത്തുവാന് പറ്റത്തുള്ളൂ. സ്തോത്രം. അതാണ് നിത്യപ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത്. നിത്യപ്രാർത്ഥനയിൽ എല്ലാവർക്കും ഒന്നും എപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ജോലിക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ ഹല്ലേലൂയ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, എപ്പോഴും ദൈവത്തിന്റെ കൂടെ നടക്കുവാണെങ്കിൽ ഹല്ലേലൂയ നമുക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കലായിട്ട് കർത്താവേ സ്തോത്രം ജോലിയോടുള്ള ബന്ധത്തിലാണെങ്കിലും ഒരു 2 മിനിറ്റ് കിട്ടിയാൽ 5 മിനിറ്റ് കിട്ടിയാൽ ഓടിപ്പോയിരുന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും റൂം വല്ലതും കിട്ടിയാൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ. സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എനിക്ക് പ്രാർത്ഥിക്കാൻ തന്ന ഈ സമയത്തിനായി സ്തോത്രം. ഈ കമ്പനിയിലെ സ്റ്റാഫുകൾക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇവിടെ ജോലിക്കാർക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഈ സ്തോത്രം എന്നൊക്കെ നമ്മൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ ദിവസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന. സ്തോത്രം. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ച അവര് വിശ്വാസിയാണ്. ഹല്ലേലൂയ. തെലുങ്ക് വിശ്വാസികളാണ്. അപ്പൊ സ്തോത്രം ഞങ്ങളോട് ഷെയർ ചെയ്യായിരുന്നു. ഞാൻ 3 മണിക്കൂർ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. 2 മണിക്ക് എഴുന്നേക്കും, ചിലപ്പോൾ 3 മണിക്ക് എഴുന്നേക്കും. 3 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് എന്റെ ഭർത്താവും ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളെ എന്നെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ പേടിക്കുക എന്ന് പറയാ, ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ ഹല്ലേലൂയ, ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സ്തോത്രം ഹല്ലേലൂയ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ല എന്നൊക്കെ ഹസ്ബൻഡ് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയാനിടയിൽ. ഒരു വിശ്വാസിയുടെ കുടുംബത്തിലെ കാര്യം ഞാൻ ഈ പറയുന്ന. സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ 3 മണിക്കൂർ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഭർത്താവും മക്കളും പേടിക്കുന്നു. സ്തോത്രം. അപ്പൊ അവരിൽ വ്യാപരിക്കുന്ന ശക്തിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. അപ്പോ നമ്മുടെ പ്രാർത്ഥനയുടെ പവർ എത്രമാത്രമാണെന്ന് നോക്കിയ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. പ്രാർത്ഥന ഇല്ലെങ്കിൽ നീ വെറും 0 ആണ് കേട്ടോ. പ്രാർത്ഥനയാണ് നിന്നെ ഹീറോ ആക്കുന്നത്. ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന് ഹല്ലേലൂയ നീ ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കണ്ട, നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട. ഹല്ലേലൂയ. പ്രാർത്ഥനയാൽ നീ ഓരോ ദിവസം പോരാടുവാണെങ്കിൽ ഹല്ലേലൂയ നിനക്ക് ഒന്നിനെ കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. മക്കളെ കുറിച്ചുള്ള ടെൻഷൻ, ഹല്ലേലൂയ നാളത്തെ വാടക കൊടുക്കാനുള്ള ടെൻഷൻ, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നാളത്തെ ഹല്ലേലൂയ പ്രതിസന്ധികളെ കുറിച്ചുള്ള ടെൻഷൻ, നീ ഒന്നിനെ കുറിച്ചും വേവലാതിപ്പെടേണ്ട. ഹല്ലേലൂയ. നീ പ്രാർത്ഥനയിൽ ദൈവത്തോട് ഉറ്റിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ നീ ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓരോ ദിവസം ഇതിനെ അങ്ങ് ഹല്ലേലൂയ നീ ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നീ ഓരോരുത്തർക്കും ഇത് ഓരോ ദിവസം പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സ്തോത്രം. നീ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഒരു പാറമ്പലേക്ക് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളായിരിക്കും നടക്കുന്നത്. സ്തോത്രം. അതാ പ്രാർത്ഥനയുടെ പവർ എന്ന് പറയുന്നത്. അവിടെ ഇരിക്കുന്ന ശക്തിക്ക് ഹല്ലേലൂയ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ആ ശക്തി വിട്ടുപോകും. സ്തോത്രം. പിന്നെ നമ്മൾ പറയുന്നതായിരിക്കും ആ പ്രിയപ്പെട്ടവരെ കേൾക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ യേശുവിനെ സ്വീകരിക്കുവാൻ, രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന യേശുവിനെ ഫോളോ ചെയ്യാൻ അവര് തയ്യാറാകും. ഹല്ലേലൂയ. അനേകര് ഹല്ലേലൂയ നമ്മൾ ഇരിക്കുന്ന ദേശത്ത് നമ്മളിരുന്ന് പ്രാർത്ഥനയുടെ നമ്മുടെ മൂർച്ച കൂട്ടിയാൽ ആ ദേശത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് പോലും അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പലരും നമ്മുടെ അടുത്തേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുവാനിടയായി തീരും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ സന്തോഷമില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പോവുകയാണെന്നൊക്കെ അല്ലെങ്കിൽ പറയുവാനായിട്ട് തീരും. അപ്പൊ പ്രാർത്ഥന അല്ലെങ്കിൽ ഓരോ ദിവസം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. റൂം ലൈനിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരത്തിൽ ഞാൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പറയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവാകില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന ഒരിക്കലും
കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ കാണാൻ പോവാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പോവാണ്. ഹല്ലേലൂയ. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്ലെങ്കിൽ Amen. Praise the സുവിശേഷത്തെ Lord. Praise the ആർക്കും Lord. നശിപ്പിക്കില്ല. സ്തോത്രം. സുവിശേഷത്തെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ചിലപ്പോൾ തകർക്കാൻ കഴിയുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ ഗ്രഹാം സ്റ്റെയിൻ ഹല്ലേലൂയ ഹല്ലേലൂയ കണ്ടമാൽ ഡിസ്ട്രിക്ട് ഒറീസയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ഹല്ലേലൂയ കത്തിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ അദ്ദേഹം ഹല്ലേലൂയ ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുക. സ്തോത്രം. പക്ഷേ ഹല്ലേലൂയ അദ്ദേഹം മരിച്ചുപോയെങ്കിലും ഹല്ലേലൂയ ഈ സുവിശേഷത്തെ ഹല്ലേലൂയ ആർക്കും എടുത്ത് കളയാൻ പറ്റിയില്ല. സ്തോത്രം. അതിനുശേഷം വീണ്ടും ഒറീസയിൽ കലാപം ഉണ്ടായി. അനേക ക്രിസ്ത്യാനികൾ വെട്ടിപ്പോന്നു. അനേകരെ ഹല്ലേലൂയ തീ വെച്ച് കത്തിച്ചു കളഞ്ഞു. അനേക രീതിയിൽ എങ്കിലും ഹല്ലേലൂയ ഈ സുവിശേഷത്തെ കടക്കുവാൻ ഒരു ശക്തി വേണ്ടിയില്ല. പ്രിയപ്പെട്ടവരെ. അല്ല അതിനുശേഷം പോലീസ് ഓരോ ദിവസം പ്രോഗ്രസിലേക്ക് വന്നിട്ടുണ്ടും ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് നിങ്ങൾ പോലീസിന്റെ ഏത് ദേശത്ത് പോയി നോക്കിയാലും ഹല്ലേലൂയ എല്ലായിടത്തും ചർച്ചകളുണ്ട്. അനേക വിശ്വാസികളെ കാണാം. വീണ്ടും ഹല്ലേലൂയ അനേകർ യേശുവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ഗ്രഹാം സ്റ്റെയിനെ ഹല്ലേലൂയ ദൈവം സ്തോത്രം ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ രക്തസാക്ഷിയായെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ ആ ദൈവത്തോട് ആ ദേശത്തോട് ദൈവപ്രവൃത്തി. സ്തോത്രം. പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഹല്ലേലൂയ ഇനി നിങ്ങളെ ആക്കിയിരിക്കുന്ന ദേശത്ത് ഹല്ലേലൂയ ഒരു നല്ല ദാസനെ, നല്ല ദാസിയെ, നല്ലൊരു വിശ്വസ്തനെ വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്യുക. ഇന്ന് വിശ്വസ്തന്മാരായിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പല ഇടങ്ങളിലും പ്രതിസന്ധികൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ വിശ്വസ്തന്മാരുടെ മേലെ വിശ്വസ്തന്മാരില്ലെങ്കിൽ എങ്ങനെ ചെയ്യിക്കും? സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മൾ വലിയ വിശ്വസ്തന്മാരല്ല എങ്കിലും ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് വിശ്വസ്തയോടെ ചെയ്യുവാൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിച്ചേ വരും. കർത്താവേ നമ്മള് ഹല്ലേലൂയ വലിയൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത്. സമയം നമ്മള് എന്നിപ്പോ വീട് പോകാവുന്ന ഒരു സാഹചര്യത്തിലായിരിക്കുന്ന സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥനയാണ് നമ്മളെ ഹല്ലേലൂയ താങ്ങി നിലനിർത്തിയിരിക്കുന്ന സ്തോത്രം. പ്രാർത്ഥനയുടെ പവറാണ് ഞാൻ നിങ്ങളുമായിരുന്നു നമ്മയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. Amen. Sotram, 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 sotram. Praise the Lord. Praise the Lord Jesus. Amen. Sotram, Gadavi. Sotram, 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 sotram. Praise the Lord Jesus. Amen. Sotram, sotram. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു ഹിന്ദി ഫെലോഷിപ്പിനോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾ മഹാരാഷ്ട്രയിൽ വന്നത്. അപ്പോ മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ ഹല്ലേലൂയ ഒരു അഞ്ചാറ് കുടുംബങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. ഇവിടുത്തെ മഹാരാഷ്ട്രയിലെ മറാഠികളായിട്ടുള്ള എല്ലാ രീതിയിലും പുതിയ പുതിയ ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ എന്നെ മാറ്റണമെന്ന് അവർ ശക്തമായിട്ട് പറഞ്ഞു. സ്തോത്രം. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അത് കേട്ടു. എന്നെ മാറ്റണമെന്നൊക്കെ പറഞ്ഞു. അവര് അതിന് ഒരുപാട് വിഷയങ്ങൾ. ഞാൻ പക്ഷെ അതൊന്നും ആക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, എന്നെ മാറ്റണമെന്നാണല്ലോ നിങ്ങളുടെ ആഗ്രഹം, ഒരു കാര്യം ചെയ്യും, നിങ്ങള് ഞാനങ്ങ് മാറി തന്നേക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറിക്കൊടുത്തു. സ്തോത്രം. ഞാൻ അവിടുന്ന് മാറി ഞാൻ ഇന്ന് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞാൻ ഇവിടെ ഹല്ലേലൂയ ആരാധനയൊക്കെ നടത്തി ഞാൻ അങ്ങ് പോവാണ്. അപ്പോ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ചത് ഹല്ലേലൂയ അവിടുന്ന് മാറണം എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇന്നൊരു മിനിസ്ട്രി ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എന്റെ മിടുക്കല്ല പറയുന്നത്, എന്റെ പേര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതല്ല. സ്തോത്രം. എനിക്കിതൊന്നും ഒരു സ്ഥാനോ മാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. ദൈവം എന്തെങ്കിലും തരുന്നുണ്ടോ അതെനിക്ക് മതി. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഹല്ലേലൂയ അതുകൊണ്ടാണ് ഞാൻ ഹല്ലേലൂയ ദൈവം എനിക്ക് തന്ന ഒരു നിയോഗമാണ് ഇമ്മാനുവൽ പ്രയർ മിനിസ്ട്രി. സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ 4, 5, 6 മാസമായി സ്തോത്രം അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ ദൈവം എനിക്ക് ഒരുപാട് ദർശനം തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അത് ഹല്ലേലൂയ നല്ല രീതിയിൽ പൂർത്തീകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ഹല്ലേലൂയ ഏത് രീതിയിലും ഹല്ലേലൂയ നമുക്ക് ഹല്ലേലൂയ ഈ ദേശത്ത് പ്രയാസങ്ങൾ ഉണ്ടാവാം, പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. ഒരാൾ ഉയരുന്നത് ഒരാൾക്ക് കാണുന്ന ഇഷ്ടമല്ലല്ലോ. സ്തോത്രം. ഹല്ലേലൂയ അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ പോവുകയാണെങ്കിൽ ഹല്ലേലൂയ ദൈവം നമ്മളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് ആരെല്ലാം വഴി മുടക്കിയാലും ഏത് പ്രതിസന്ധി വന്നാലും ഹല്ലേലൂയ ഒരു വഴി അടച്ചാൽ ദൈവം അടുത്തൊരു വഴി തുറക്കും. സ്തോത്രം. അതിന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ
ദൈവത്തിന്റെ കാര്യത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം നമുക്ക് വേണ്ടി വലിയ ചെന്ന ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ദേശത്ത് വന്നിട്ട് ഹല്ലേലൂയ, ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ്, ഒരു മനുഷ്യര് ഞങ്ങളെ അറിയത്തില്ലല്ലോ കർത്താവെ. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ കർത്താവ്. പക്ഷെ ഞാനൊരു പൊട്ടനെ പോലെ ഹല്ലേലൂയ ഞങ്ങൾ ഇങ്ങനെ നടന്നിങ്ങനെ പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മാർക്കറ്റിൽ പോയാൽ കർത്താവ്, ഇവിടെ ഞങ്ങൾക്ക് അനേക വിശ്വാസികളെ തരുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ തലത്തിലും പ്രാർത്ഥിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഞങ്ങള് ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഒരു മുസ്ലിമായ ഒരു അച്ചായനുണ്ട്. സ്തോത്രം. നല്ലൊരു മനുഷ്യൻ. സ്തോത്രം. ക്രിസ്ത്യാനികളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. സ്തോത്രം. ഞങ്ങൾ എപ്പോഴും അദ്ദേഹത്തിന്റെ അടുത്ത് പോയാണ് മീൻ മേടിക്കുന്നത്. സ്തോത്രം. ഞങ്ങളെ നല്ല മീനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിളിക്കും. അത് ഞങ്ങൾക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ഹല്ലേലൂയ, ചിലപ്പോൾ 1 കിലോ മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ 1/2 കിലോ മീൻ എക്സ്ട്രാ അദ്ദേഹം തരും. ഒരു മുസ്ലിം വ്യക്തിയുടെ കാര്യം ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോ ഞാനിങ്ങനെ നടന്ന് ഒക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും. കർത്താവെ, മാർക്കറ്റിലുള്ളവരൊക്കെ യേശുവിനെ അറിയണം. മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണല്ലോ. ഒക്കെ ഇങ്ങനെ ഹല്ലേലൂയ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഹല്ലേലൂയ. അപ്പൊ കാണുന്നവരോടൊക്കെ പറ്റുമെങ്കിൽ സുവിശേഷമൊക്കെ അറിയിച്ച് ഹല്ലേലൂയ, ഏതെങ്കിലും വീട്ടിലൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയാൽ അവിടെ എല്ലാം പോയി സുവിശേഷം പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാഹചര്യം, ഹല്ലേലൂയ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ വിശ്വസ്തയോടെ നിന്ന് കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ജോസഫ് മാത്യു പാഷ അമേരിക്കയിലാണെന്നാണ് ഞാൻ അറിഞ്ഞ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ നിന്നാണല്ലോ ഹല്ലേലൂയ ഇത് ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ആ ദൈവദാസനെ ദൈവം ആ ദേശത്ത് ഹല്ലേലൂയ ആക്കിയിരിക്കുന്നു. അവിടുന്ന് അനേക സ്ഥലങ്ങളിൽ നിന്ന് അനേകരെ കൂട്ടി ഈ പ്രയറിലെല്ലാം യോജിപ്പിച്ചിരിക്കുകയാണല്ലോ. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്നു, ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ കേട്ടുകൊണ്ടിരിക്കുന്നു, സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് വേണ്ട എല്ലാ രീതിയിലും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എന്തിന്? ഹല്ലേലൂയ. ഓരോ ദിവസം ഹല്ലേലൂയ ഓരോ സമയങ്ങൾ വ്യത്യസ്തമായി ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ ദിവസം പുതിയതായി മാറിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് നോർത്ത് ഇന്ത്യയുടെ വയലുകൾ വിളഞ്ഞു കിടക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. അനേക ആയിരങ്ങൾ, ഹല്ലേലൂയ, ആയിരങ്ങളൊന്നും അല്ല പറഞ്ഞാൽ തീരാത്ത ഹല്ലേലൂയ ആളുകൾ ഇന്നും യേശുവിനെ അറിയാത്ത അനേക ഇടങ്ങളിലുണ്ട്. സ്തോത്രം. ഗ്രാമങ്ങളിൽ പോലും ഹല്ലേലൂയ ഉണ്ട്. സ്തോത്രം. അങ്ങോട്ടൊന്നും ഇന്നും അടുക്കാൻ പറ്റാത്ത രീതികളിൽ ഹല്ലേലൂയ പിശാച് പലരെയും എഴുന്നേൽപ്പിച്ച് അവിടെ നിർത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. പിശാചിന്റെ തന്ത്രങ്ങളെ ഈ നാളുകളിൽ ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞ് അതിനെ വെട്ടി മാറ്റി ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിച്ച് ഹല്ലേലൂയ ഇവിടങ്ങളിലെല്ലാം സുവിശേഷം എത്തണം. കർത്താവ് വരുവാൻ അടുത്തിരിക്കുവാണല്ലോ. സ്തോത്രം. അതിനു മുമ്പ് എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്ത് ഹല്ലേലൂയ നല്ലൊരു ദൈവദാസനെ, നല്ലൊരു ദൈവദാസി എന്ന് കേൾപ്പിച്ച് അവിടെയാണല്ലോ ദൈവം എനിക്ക് നിങ്ങൾക്ക് വച്ചിരിക്കുന്ന ഒരു പ്രതിഫലം. അതിനായി നമുക്ക് കാത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ ദാനമാണല്ലോ ഇത്. ഹല്ലേലൂയ. കർത്താവ് എത്ര നല്ലവനായ ദൈവമല്ലേ. ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ദൈവമേ, ഇവിടെ ഞങ്ങളോട് പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പണിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? സ്തോത്രം. ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ പണി എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്. സ്തോത്രം. ഞങ്ങൾ മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് പറയാ, ഇത് ഞങ്ങളുടെ ജോലി. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കാര്യം ഓക്കെവോ? പിന്നെ ഞങ്ങളുടെ കാര്യം ഇതിൽ കൂടെ എല്ലാ കാര്യം നടക്കുന്നത്. ഞാൻ അതിനായിട്ട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഏത് കാര്യവും ഏത് ആവശ്യവും അല്ലെങ്കിൽ ഈ സ്തോത്രത്തോടു കൂടെ എന്നോട് അറിയിക്കാത്രേതാണല്ലോ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ ഒന്നും കണ്ടുകൊണ്ടല്ല വന്നത്. സ്തോത്രം. ഒന്ന് കിടക്കാൻ പോലും ഒരു ഹല്ലേലൂയ ഒരു പായ പോലും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. സ്തോത്രം. ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവം ഓരോ ദിവസം ഹല്ലേലൂയ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഡെവലപ്പ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ഏകനായിട്ടാണ് ഞാൻ യേശുവിനെ അറിഞ്ഞു. ഞാൻ വിചാരിച്ചത് ഹല്ലേലൂയ ഈ പെന്തിക്കോസിലെ ആളുകളെ പോലെ ഇത്ര നല്ലൊരു മനുഷ്യര് ഈ ലോകത്തുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഹല്ലേലൂയ എന്റെ തെറ്റിദ്ധാരണയെല്ലാം മാറി. എന്റെ തെറ്റിദ്ധാരണയെല്ലാം മറ്റൊരു രീതിയിലേക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു പോയാലോ
എന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു ചില കാര്യങ്ങൾ. ഹല്ലേലൂയ, ഇവരൊന്നുമല്ല നിന്നെ വിളിച്ചത്, ഞാനാ നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിൽ നടക്കുമെങ്കിലും അല്ലെങ്കിൽ നീ ഇതെല്ലാം കണ്ട് ചിലത് പഠിച്ചേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ, നീ എന്റെ നാമത്തിന് വേണ്ടി നിന്നേ പറ്റൂ എന്ന് കർത്താവ് എന്നോട് ഇടപെടുവാൻ ഇടയായിട്ട് ഞാൻ അതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരും നോക്കണ്ട പ്രിയപ്പെട്ടവരെ. എന്നെ വിളിച്ചത് ഹല്ലേലൂയ കർത്താവാണ്. നിങ്ങളെ വിളിച്ചത് കർത്താവാണ്. കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണ് അത് ചെയ്യ്. ഒരാള് ഹല്ലേലൂയ ഒരു പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ മറ്റൊരാൾ പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്വതന്ത്രം. അദ്ദേഹത്തെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രയർ ലൈൻ സ്റ്റാർട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഒരാൾ ചെയ്യുന്നത് കണ്ട് മറ്റൊരാൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് അതാണ് നടന്നുകൊണ്ടിരിക്കുന്ന. സ്വതന്ത്രം. അദ്ദേഹത്തിന് ചെയ്യാമെങ്കിൽ എനിക്ക് ചെയ്യാമല്ലോ? ഇല്ല. ദൈവം തങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് നമ്മുടെ ഐക്യതയൊക്കെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന. സ്തോത്രം. ആലയങ്ങളിൽ ആരാധനകൾ നടക്കുന്നുണ്ട്, പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. ദൈവം എല്ലാത്തിനും ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. ഹല്ലേലൂയ. വാഹനമില്ലായിരുന്നു. സ്തോത്രം. സൈക്കിളിൽ നടന്നു വന്നുകൊണ്ടിരുന്ന കാലഘട്ടം. ഹല്ലേലൂയ. ഭവനം ഉണ്ടായിരുന്നില്ല. ഒരു നേരം ആഹാരം കഴിക്കാൻ ഉണ്ടായിരുന്നില്ലാത്ത കാലഘട്ടം. സ്തോത്രം. ദൈവം അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് മക്കളെയൊക്കെ വിദേശത്ത് ഹല്ലേലൂയ അനേക സ്ഥലങ്ങളിൽ അയച്ച് എല്ലാ തലത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചു മാനിച്ചു. എന്നിട്ടും നമുക്ക് ഇപ്പോഴും അഹങ്കാരം. സ്തോത്രം, 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 സ്തോത്രം. Praise the Lord Jesus. Amen. Hallelujah. അപ്പോ ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഉള്ളത്തിൽ പ്രവേശിക്കാൻ അനുവദിക്കപ്പെട്ടവരെ അഹങ്കാരമാണ് പ്രവർത്തിച്ചത്. ഉണ്ടാവരുത്. എന്നെ നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മാത്രം ചെയ്യുക. ദൈവത്തിന്റെ ഹിതം എന്താണ് അത് മാത്രം ചെയ്യുക. സ്വതന്ത്രം. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കാനാണോ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത്? പ്രധാനന്റെ വേലയിൽ എന്തെങ്കിലും പാർട്ടിസിപ്പേഷൻ ചെയ്യാനാണോ? അത് ചെയ്യുക. സ്വതന്ത്രം. ഹല്ലേലൂയ. മറ്റൊരാളുടെ തലയിൽ കയറിയിരുന്ന Sotram. Praise the Lord Jesus. Amen. Hallelujah. സ്വതന്ത്രം. ഹല്ലേലൂയ. എന്താണ് ക്ലിയർ ആവുന്നില്ല. ക്ലിയർ ആവുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേൾക്കുന്നുണ്ടോ? ഇപ്പം കുഴപ്പമില്ല. നേരത്തെ പറഞ്ഞൊന്നും ക്ലിയർ ആവുന്നില്ല. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. ഓക്കെ. ഹലോ. ക്ലിയർ. അപ്പോ എന്നെ നിങ്ങളെ കുറിച്ച് കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മാത്രം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമാണ്. പ്രാർത്ഥനയിൽ നമ്മൾ പോരാടി നമ്മളിത് പ്രാർത്ഥിച്ച് പോരാടി ദേശത്തിന്റെ ഏറ്റെടുത്തോ. ദൈവത്തിലേക്ക് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ സ്വർഗീയ ചെയ്യുന്നു. ഇന്ന് ഈ വൈകുന്നേരത്തെ സമയത്ത് അല്ലെങ്കിൽ അടിയന് അല്ലെങ്കിൽ അപ്പർ റൂം പ്രയർ ലൈനിൽ ഒരു സാക്ഷ്യം പറയുവാൻ അല്ലെങ്കിൽ അല്പനേരം ദൈവത്തിന്റെ ചിന്തകൾ ഷെയർ ചെയ്യുവാൻ ദൈവം അവസരം തന്നല്ലോ. അതിനായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ് ജീസസ്. ആമേൻ. സ്തോത്രം. കർത്താവേ കൃപ. അദ്ദേഹത്തിനോട് നല്ല കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. അനേക ഇടങ്ങളിൽ നിന്ന് അനേകർ ജോയിൻ ചെയ്ത് പ്രാർത്ഥന നടത്തുന്നുണ്ടല്ലോ.
എല്ലാം അനുഗ്രഹമായി തീരണേ. അല്ലെങ്കിൽ ഇത് ലീഡ് ചെയ്യുന്ന പ്രിയ സിസ്റ്റർക്കായ സ്തോത്രം, ജോയിൻ ചെയ്ത എല്ലാ പ്രിയ എല്ലാവരും അനുഗ്രഹിക്കണം, സഹായിക്കണം എന്ന് പറഞ്ഞു. എന്റെ വാക്കുകൾ സഹായിക്കട്ടെ. അല്ല, എന്റെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും എന്റെ വാക്കിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞങ്ങളെ പ്രാർത്ഥന ഓർക്കണമേ ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.